നമുക്കിന്ന് സ്പൈസി ആയിട്ടുള്ളൊരു ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഇതിനായിട്ട് വേണ്ടത് ഒരു 3 സവോളയാണ്. ഈ സവോള നമുക്ക് റഫായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ, ഒരു 1/2 ടീസ്പൂണോളം എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് ഗോൾഡൻ കളറൊന്നും ആവണ്ട, ഏകദേശം ഒന്ന് വാടിയിട്ട് ചെറുതായിട്ടൊന്ന് കളറ് മാറുന്ന സമയത്ത് നമുക്കിത് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കണം. ഇനി ഈ അരച്ച പേസ്റ്റ് നമുക്ക് അതേ പാനിലോട്ട്, എണ്ണയൊന്നും ഒഴിക്കേണ്ട, അതേ പാനിലോട്ട് നമുക്കിത് ഒഴിക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ആ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ 3 ടീസ്പൂണോളം മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല പൗഡർ, പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടി, അത് 1 ടീസ്പൂണോളം ചേർക്കാം നമുക്ക്. എന്നിട്ട് അവസാനം 2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ആ പച്ചമണമൊക്കെ പോയിട്ട് നല്ലൊരു ബ്രൗൺ കളർ, നല്ലൊരു സ്മെല്ലൊക്കെ വരുന്ന സമയം വരെ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാനുണ്ട്, അത് 1 ടീസ്പൂണോളം ചേർത്തി കൊടുക്കാം. പൊടികളൊക്കെ ചേർക്കുന്ന സമയത്ത് ഇടാം, അല്ലെങ്കിൽ ഈ സമയത്തായാലും ചേർത്തി കൊടുത്താൽ മതി. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഇനി ചിക്കൻ പീസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 200-250 ഉള്ളിൽ, അത്രയും ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത്രയും ചിക്കൻ നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്താൽ നിങ്ങൾക്ക് നല്ലപോലെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്താം, അതല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ സെമി ഗ്രേവി ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് വെള്ളമൊന്നും ചേർത്തണില്ല. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി, വെന്തിട്ടുണ്ടോ, ഉപ്പൊക്കെ മതിയോ നോക്കുക. ഇപ്പോൾ ഒരു 12 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്, വെള്ളമൊന്നും ചേർത്തിയിട്ടില്ല. ഒരു സെമി ഗ്രേവി ലുക്കിലാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സ്പൈസി ചിക്കൻ കറിയാണ്. അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് അടച്ച് വെക്കാം. സെർവ് ചെയ്യുന്ന സമയത്ത് മാത്രം ഒന്ന് തുറന്നാൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി സ്പൈസി ചിക്കൻ കറി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം.